ഹലോ. അപ്പം ഞാൻ നോക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ നിന്നും എനിക്കൊരു ഫ്രൂട്ട്സിനെ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ നോക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ അവക്കാഡോ ആണ്. അപ്പോൾ ഈ അവക്കാഡോ എനിക്ക് അധികം പരിചയമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു. ഇപ്പം നല്ല പരിചയമുള്ള ഫ്രൂട്ടായി മാറി. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല കേട്ടോ, വേറെ ഷേപ്പിലും കൂടിയുണ്ട്. അപ്പോൾ ഈ അവക്കാഡോ ഞാൻ അധികം കഴിച്ചിട്ടില്ല. പക്ഷേ ഒരു തവണ ജ്യൂസായി കുടിച്ചപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരുന്നു, സാലഡായി കഴിച്ചപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 ഷേപ്പിലുണ്ട്. ഒന്ന് ഈ കാണുന്ന ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും കിട്ടുന്നത് ഈ ഷേപ്പിലുള്ള അവക്കാഡോയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 വാങ്ങിയപ്പോൾ അത് പൊടിക്കുമോ അറിയാൻ വേണ്ടി നട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു 10-15 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് അത് നട്ടപ്പോൾ അത് മുളയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കൊണ്ട് ചില ആൾക്കാരുടെ വീട്ടിൽ അവക്കാഡോ കാച്ച് നിൽക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ മനസ്സിലായി നമ്മൾ നട്ടാലും പൊടിക്കും. ഇതിങ്ങനെ ഞാൻ കുലുക്കി നോക്കിയപ്പോൾ ഒരു ബോൾ പോലെ അകത്തിടുന്ന് കുലുങ്ങുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുളപ്പിച്ചതാണ് ഇപ്പോൾ ഈ ഒരു സൈസിലായിട്ടുണ്ട്. അപ്പം പട്ടുപോവോ നമ്മുടെ കാലാവസ്ഥയായി പൊരുത്തപ്പെടുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതെന്തായിരുന്നാലും ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വീട്ടിലും പൊടിക്കുന്നത് പോലെ ഇത് പൊടിച്ച് കായ്ക്കുമായിരിക്കും. അപ്പോൾ കായ്ക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല വളവും അങ്ങനെ അധികമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം നല്ല മഴയുടെ കാലാവസ്ഥ ആയതുകൊണ്ട് നന്നായിട്ട് തിളർത്ത് വരുന്നുണ്ട്. നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് പൊടിച്ച് വരുമായിരിക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്ക് അവക്കാഡോ ഒക്കെ കഴിച്ച് വരുമ്പോൾ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയാണ് ഒരുവിധം എല്ലാതരം ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായോ? ഓക്കെ, ബൈ.